കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 59 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പായിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ വചനം നമ്മെ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? കർത്താവ് തന്ന ബോധ്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. മരിച്ച പിതാവിനെ സംസ്കരിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ച മകനോട് യേശു എന്താ പറഞ്ഞത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് വെച്ചാൽ, മരിച്ചവൻ മരിച്ചു, അവൻ വചനമില്ലാതെ മരിച്ചു, അവൻ്റെ കൂടെ നിൽക്കുന്നവർക്കും വചനമില്ല. കർത്താവിൻ്റെ വചനമില്ലാത്തവൻ മരിച്ചവന് തുല്യമാണ്, മരിച്ചതുപോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ നേടിയെടുത്താലും കർത്താവിൻ്റെ വചനമില്ലെങ്കിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു നിത്യജീവനാണ് വേണ്ടത്. ആ നിത്യജീവൻ കരസ്ഥമാക്കണമെങ്കിൽ എന്തുണ്ടാകണം? കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെക്കണം. അത് രാവും പകലും നമ്മൾ ധ്യാനിക്കണം, അവയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ വീണ്ടും ഒരുവൻ പറയുകയാണ്, കർത്താവെ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും അനുഗമിക്കാം, എനിക്കതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടുകാരോടെല്ലാം ഞാൻ സമ്മതം ചോദിച്ചിട്ട് വരട്ടെ. വേണ്ട, കർത്താവ് വിലക്കിയാണ്. നീ ദൈവരാജ്യത്തിലേക്ക് വാ. നിനക്ക് നിൻ്റെ വീട്ടുകാരോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പല കാര്യങ്ങളും പറഞ്ഞ് നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട. നീ ആദ്യം ചെയ്യണമെന്ന് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. ബാക്കി എന്തെന്ന് വെച്ചാൽ അതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ കർത്താവിൻ്റെ പൊന്മുഖം മാത്രമേ നോക്കാവുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ആരെയും ശ്രദ്ധിക്കരുത്. കാരണം അവർ പറഞ്ഞുതരും, നീ പറയുന്നത് ശരിയല്ല, നീ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, നീ ഇങ്ങോട്ട് പോകുന്നത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും. പ്രിയപ്പെട്ടവരെ, ആരും ശരിയാക്കണ്ട. ശരിയാക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ നമ്മളെ ശരിയാക്കിക്കൊള്ളും. ഹല്ലേലൂയ. നമ്മുടെ ശരിയും തെറ്റും തിരുത്തുന്നത് ആരാ? സ്വർഗത്തിലെ പിതാവാണ്. നമ്മെ മനസ്സിലാക്കുന്ന ആരാ? സ്വർഗത്തിലെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, ജീവിക്കുന്ന മക്കളുടെ ആ സമൂഹത്തിൽ ചേർന്ന് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവം പറയുന്നത്, ജീവിച്ചിരിക്കുന്നവൻ, അതേ ജീവിച്ചിരിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിന് കീർത്തനം പാടും, എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. ഇത് പറയണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ജീവിക്കണം. ഈ ലോകത്തിൽ എന്തൊക്കെ നമുക്ക് വേണം അതെല്ലാം തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ, നിത്യജീവൻ. അത് വാങ്ങിക്കണം, അത് പിടിച്ചെടുക്കണം കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്ന വ്യക്തിയാണ്, ഞാൻ ബൈബിൾ വായിക്കുന്നവളാണ്, ഞാൻ പള്ളിയിൽ പോകുന്നവളാണ്, ഞാൻ നന്മ ചെയ്യുന്നവളാണ്, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവളാണ്, എല്ലാം ശരിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കർത്താവ് പറയും, മോനെ, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് പങ്കുവെക്ക്. പക്ഷേ നീ ദരിദ്രർക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ, അപ്പം ഒരാൾ എന്ത് ചെയ്യുക? ഓടിപ്പോയി ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് പങ്കുവെക്കുക. പങ്കുവെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അവന് വേണ്ട രീതിയിൽ നടക്കുകയാണെങ്കിൽ, അതേ ലോകത്തിന് വേണ്ടി നടക്കുകയാണെങ്കിൽ അവന് നിത്യജീവൻ കിട്ടുമോ? ഇല്ല. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് പങ്കുവെച്ചിട്ട് നീ എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. അപ്പം യേശുവിനെ അനുഗമിക്കുന്നവനാണ് യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ യേശുവിനെ അനുഗമിക്കണം. യേശുവിൻ്റെ കൂടെ ഇല്ലാത്തവൻ യേശുവിൻ്റെ ഒന്നുമല്ല, യേശുവിൻ്റെ ആരുമല്ല. നമ്മളെപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നിയമാവർത്തന പുസ്തകത്തിനകത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട്, നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും
കിടക്കുമ്പോഴെല്ലാം നീ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. അവയെക്കുറിച്ച് നിൻ്റെ മനസ്സിൽ ആ വചനത്തെ ഇട്ട് ഉരുവിട്ട് നീ എപ്പോഴും അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നമുക്ക് നിലനിൽക്കാം. സർവശക്തനും നീതിമാനും നിത്യനുമായ സ്വർഗീയ പിതാവ് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ആരുടെയും കുറവുകൾ കണക്കിലെടുക്കാത്ത എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്തിലേക്ക് എന്നെയും കുടുംബത്തെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.